ജന്മനക്ഷത്രങ്ങളുടെ പൊതുസ്വഭാവങ്ങൾ, ഓരോ നക്ഷത്രത്തിലും ജനിച്ചാലുള്ള പ്രത്യേകതകൾ, ഓരോ നക്ഷത്രത്തിനും അശുഭങ്ങളായ നക്ഷത്രങ്ങൾ, ദോഷശാന്തിക്കും ഐശ്വര്യത്തിനുമായി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ, അനുകൂല നിറങ്ങൾ തുടങ്ങിയവയാണ് ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ നക്ഷത്രത്തിനും പ്രതികൂലമായ നക്ഷത്രങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ആ നക്ഷത്രത്തിൽപ്പെട്ടവരുമായി കൂട്ടുപ്രവർത്തനങ്ങൾ, അവരെ കണി കാണൽ, അവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കണം. ഓരോ നക്ഷത്രത്തിൻ്റെയും ദേവതയെ നിത്യം ഭജിക്കുന്നതും ഉത്തമമാണ്. ദശകാല വ്യത്യാസങ്ങൾ പരിഗണിക്കാതെ ജീവിതകാലം മുഴുവനും നക്ഷത്ര ദേവതയെ ഭജിക്കാം. അതിനുള്ള മന്ത്രങ്ങളും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നക്ഷത്രമൃഗം, പക്ഷി, വൃക്ഷം, ഗണം, ഭൂതം തുടങ്ങിയവയും പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ഓരോ നക്ഷത്രജാതരും അവരവരുടെ മൃഗത്തെയും പക്ഷിയെയും ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ചെയ്യാൻ പാടില്ല. അവയെ പരിരക്ഷിക്കുവാൻ കഴിയുമെങ്കിൽ അത് ആയുർവർദ്ധനകരവുമാണ്. നക്ഷത്രവൃക്ഷത്തെ നട്ടുവളർത്തുന്നതും ഐശ്വര്യപ്രദമാണ്. എല്ലാ കൂട്ടുകാരെയും തത്വമസി ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വാനവീതിയിൽ ഈ നക്ഷത്രത്തെ കട്ടിൽക്കാലിൻ്റെ ആകൃതിയിൽ കാണാം. പോരുരുട്ടാതിയുടെ ആദ്യത്തെ 3 പാദങ്ങൾ കുംഭരാശിയെയും 4ാമത്തെ പാദം മീനരാശിയെയും പ്രതിനിധീകരിക്കുന്നു. ദശാനാഥൻ വ്യാഴമാണ്. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ക്ഷിപ്രകോപികളാണെങ്കിലും അതുപോലെ ശാന്തശീലരുമായിരിക്കും. ഇവരുടെ കാലുകളുടെ പുറവടി അല്പം ഉയർന്നിരിക്കും. പൊതുവെ ഐശ്വര്യശാലികളായ ഇവർക്ക് ഭക്ഷണത്തിൽ കൂടുതൽ പ്രിയമുണ്ടായിരിക്കും. ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഇവർ തൽപരന്മാരാണ്. ഈശ്വരവിശ്വാസവും കുറവായിരിക്കുകയില്ല. ഗവൺമെന്റിൽ നിന്നുള്ള ആദായം ഇവർക്ക് അനുഭവിക്കുവാൻ യോഗമുണ്ട്. ഇവർക്ക് ആർഭാടത്തിൽ അത്ര തന്നെ ഭ്രമമുണ്ടായിരിക്കുകയില്ല. മിക്കവാറും ആദർശപ്രേമികളായ ഇവർ നിസ്സാരങ്ങളായ വിഷമതകളെക്കുറിച്ച് പോലും വളരെയധികം ചിന്തിക്കുന്നവരായിരിക്കും. ഈ നാളുകാരിൽ അസാമാന്യമായ കർമ്മകുശലതയും പ്രായോഗികമായ ബുദ്ധിവൈഭവവും കാണപ്പെടുന്നു. അതുകൊണ്ട് ഏർപ്പെടുന്ന ഏത് കാര്യങ്ങളിലും ഭംഗിയായി ചെയ്തു തീർക്കുവാൻ ഇവർക്ക് കഴിയും. മാത്രമല്ല, ഏത് കാര്യത്തെ സംബന്ധിച്ചും ഇവർ നിഷ്പക്ഷമായി അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നവരുമായിരിക്കും. അതുപോലെ തന്നെ നിഷ്പക്ഷമായ ഒരു തീരുമാനം ഏതിനും ഇവർക്ക് കൈക്കൊള്ളുവാനും കഴിയും. കവിഞ്ഞ മതവിശ്വാസമോ അന്ധമായ വിധത്തിൽ ആചാരങ്ങളെ അനുഷ്ഠിക്കുന്ന സ്വഭാവമോ ഇവർക്കുണ്ടായിരിക്കുകയില്ല. അന്യർക്ക് വേണ്ടി ത്യാഗമനുഷ്ഠിക്കുവാനും ഉപകാരം ചെയ്യുവാനും ഇവർ സന്നദ്ധരായിരിക്കും. എന്നാൽ അത്തരം ആളുകളിൽ നിന്ന് വെറുപ്പും വിദ്വേഷവുമായിരിക്കും ഇവർക്ക് പകരം കിട്ടുന്നത്. സ്ത്രീ വിഷയമായ പല അപവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും ഇവർ പാത്രീഭവിക്കും. ഇവരിൽ അധികം പേർക്കും മാതൃഭാഗ്യം കുറഞ്ഞാണ് കാണപ്പെടുന്നത്. മിക്കവാറും ബാല്യദശയിലോ യൗവനാരംഭത്തിൽ തന്നെയോ മാതാവുമായി വേർപ്പെടാനോ മാതൃചരമം സംഭവിക്കുവാനോ ഇടയായെന്ന് വരും. എന്നാൽ ജാതകത്തിൽ മാതൃഭാവം സമ്പുഷ്ടമല്ലെങ്കിൽ, മാതൃനാശം ഉണ്ടായില്ലെങ്കിൽ പോലും മാതാവ് ഒന്നിച്ചുള്ള താമസവും മാതാവിൽ നിന്നുള്ള സുഖാനുഭവങ്ങളും ഇവർക്ക് കുറവായേ ഇരിക്കുകയുള്ളൂ. പിതാവിനെക്കുറിച്ചാണെങ്കിൽ ഇവർക്ക് പലതും അഭിമാനിക്കാനുണ്ടായിരിക്കും. ഇവരുടെ അച്ഛന്മാർ പൊതുജനസമ്മതി, സ്വഭാവഗുണം ഇവയെല്ലാം ഉള്ളവരായിരിക്കും. സാംസ്കാരിക രംഗങ്ങളിലോ പ്രസംഗ ലേഖന പരിചയത്തിലോ ഏതെങ്കിലും ഒന്നിൽ ഇവരുടെ പിതാക്കന്മാർ ജനസമൂഹത്തിൽ അറിയപ്പെടുന്നവരായിരിക്കും. എന്നിരിക്കലും ഈ നാളുകാർ അധികവും പിതാവുമായി കൂടെ അഭിപ്രായ വ്യത്യാസത്തിൽ കഴിയുകയും അവരുടെ താല്പര്യങ്ങളും ഉപദേശങ്ങളും വേണ്ടവണ്ണം അംഗീകരിക്കാത്തവരുമായിരിക്കും. സാമ്പത്തികമായി ഉയർച്ചയേക്കാൾ ജനങ്ങളുടെ ഇടയിൽ മതിപ്പും ബഹുമാനവും വിശ്വസ്തതയും സമ്പാദിക്കുവാനാണ് ഈ നാളുകാരിൽ ഭൂരിപക്ഷവും ആഗ്രഹിക്കുന്നത്. ലേഖകൻ, അധ്യാപകൻ, അഭിഭാഷകൻ, കലാകാരൻ, വ്യവസായി എന്നീ നിലകളിലെല്ലാം ഈ നാളുകാർക്ക് വളരെ ശോഭിക്കുവാൻ കഴിയും. നൂതനവും സ്വസ്ഥവുമായ ഒരു കുടുംബം ഇവർക്ക് സ്വന്തം നിലയിൽ സൃഷ്ടിക്കുവാൻ കഴിയുന്നു. ജീവിതത്തിൻ്റെ പ്രാരംഭകാലം മിക്കവാറും ഇവർക്ക് ക്ലേശകരമായിരിക്കും. 20 വയസ്സിനുമേൽ സ്വതന്ത്രമായ ഒരു ചിന്താഗതി ഇവരിൽ വളർന്നു തുടങ്ങും. 24 മുതൽ 38 വയസ്സുകൾക്കിടയിൽ ശ്രേയസ്കരങ്ങളായ സംഭവങ്ങൾ പലതും ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്നിരുന്നാലും പലവിധ കുടുംബ ദുരിതങ്ങളും പ്രവർത്തന മാർഗങ്ങളിൽ പല വൈഷമ്യങ്ങളും ഈ നാളുകാരെ കൂടെ അലട്ടിക്കൊണ്ടിരിക്കും.
33 വയസ്സിന് ശേഷമേ ഉത്കർഷത്തിന് നിദാനങ്ങളായ പല പരിവർത്തനങ്ങളും ഇവരെ സ്വാഗതം ചെയ്യുകയുള്ളൂ. എന്നിരുന്നാലും 40 മുതൽ 54 വയസ്സുകൾക്കിടയിൽ മാത്രമേ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് സ്വസ്ഥവും ശാശ്വതവുമായ ഒരു ജീവിത പശ്ചാത്തലം ഉറപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. ഈ നക്ഷത്രക്കാർ സാമാന്യത്തിൽ കവിഞ്ഞ നീളമോ അസാമാന്യമായ പുഷ്ടിയോ കൂടാതെ മധ്യശരീരികളായിട്ടാണ് അധികവും കാണപ്പെടുന്നത്. ചിലരിൽ ഇത് രണ്ടും ഉണ്ടായിരിക്കും. കേവലം കൃഷശരീരികളും ഇവരിൽപ്പെടും. പൊതുവെ ഇവർ ഭിന്ന പ്രകൃതികളായി കാണപ്പെടുന്നു. ആരോഗ്യത്തിൽ ഇവർ അനുഗ്രഹീതന്മാരായിരിക്കും. പറയത്തക്ക രോഗപീഠകളൊന്നും ഇവരെ അലട്ടുകയില്ല. പൂരുരുട്ടാതി നാളുകാർ സാധാരണഗതിയിൽ വളരെ മിതമായി ചെലവ് ചെയ്യുന്നവരാണ്. ചിലപ്പോൾ അത് ആവശ്യത്തിൽ കൂടുതലായി തീരും. കലാരസികതയും കാര്യക്ഷമതയുമുള്ള ഇവർ കുടുംബകാര്യ നിർവഹണത്തിൽ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കും. ഇവരിൽ സഹജമായുള്ള വിഷയാഭിരുചി അനുഗ്രഹീതമായ ഇവരുടെ ആരോഗ്യത്തെ കെടുത്തുവാൻ പോരുന്നതാണ്. എന്നിരുന്നാലും ആ വക ചിന്താഗതികൾക്കൊന്നും വശംവദരായി അധംപതിക്കുന്നവരല്ല. വാതരോഗവും വായുക്ഷോഭവും അർസസ് മുതലായവ മൂലരോഗങ്ങളുമാണ് ഇവരെ പീഡിപ്പിക്കുവാനിടയുള്ളത്. വ്യാപാരത്തിലും ഉത്തരവാദിത്വമുള്ള ഉദ്യോഗങ്ങളിലും ചിട്ടി, ബാങ്കിംഗ് മുതലായ സാമ്പത്തിക പ്രസ്ഥാനങ്ങളിലും ഇവർക്ക് ശോഭിക്കുവാൻ കഴിയും. ഈ നാളുകളിൽ ജനിക്കുന്ന സ്ത്രീകൾക്ക് മേൽപ്പറഞ്ഞ ഫലങ്ങൾ മിക്കത് ഉണ്ടായിരിക്കുന്നതോടൊപ്പം സൗന്ദര്യത്തിലും ഇവർ അനുഗ്രഹീതകളായിരിക്കും. കളങ്കമറ്റ ഭർത്തൃഭക്തി, സന്താന സൗഭാഗ്യം, കുടുംബ ഭരണ സാമർഥ്യം ഇവയെല്ലാം ഈ നാളുകാർക്ക് ഭൂഷണമായിരിക്കും. ഗൃഹജീവിതത്തിലും ഔദ്യോഗിക നിർവഹണത്തിലും ഇവർക്ക് തികഞ്ഞ വ്യക്തിത്വമുണ്ടായിരിക്കും. സന്താനങ്ങളെ കൊണ്ടുള്ള സൗഭാഗ്യം ഇവർക്ക് മികച്ച നിലയിൽ അനുഭവിക്കുവാൻ കഴിയും. ഈ നാളിൽ ആദ്യമായി ഋതുവാകുന്ന സ്ത്രീ ധനധാന്യ സമ്പൽ സമൃദ്ധിയോടുകൂടി ജീവിക്കും. ശില്പകർമ്മങ്ങൾ ആരംഭിക്കുന്നതിനും കൃഷി, കച്ചവടങ്ങൾ ആരംഭിക്കുന്നതിനും ജലസേചന യന്ത്രങ്ങൾ വാങ്ങുന്നതിനും ഈ നാള് നല്ലതാണ്. ദശാനാഥൻ വ്യാഴം, തുടർന്ന് ശനി, ബുധൻ, കേതു, ശുക്രൻ, സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, രാഹു ഈ ക്രമത്തിലാണ് ഇവർക്ക് ദശാകാലങ്ങൾ. പ്രതികൂല നക്ഷത്രങ്ങൾ: രേവതി, ഭരണി, രോഹിണി, പൂരുരുട്ടാതി ആദ്യ 3 പാദങ്ങൾക്ക്, ഉത്രം മുക്കാൽ, അത്തം, ചിത്തിര ആദ്യപാദവും പൂരുരുട്ടാതി അന്ത്യപാദത്തിന്, ചിത്തിര അവസാന പാദം, ചോതി, വിശാഖം ആദ്യ 3 പാദങ്ങൾ എന്നിവയും പ്രതികൂലമാണ്. അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ: ഇവർ ബുധൻ, ശുക്രൻ, ചന്ദ്രൻ എന്നീ ദശാകാലങ്ങളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. പൂരുരുട്ടാതി, പുണർദം, വിശാഖം നക്ഷത്രങ്ങൾ ക്ഷേത്രദർശനത്തിനും മറ്റ് പൂജാതി കർമ്മങ്ങൾക്കും ഉത്തമം. നക്ഷത്രാധിപനായ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ നിത്യവും അനുഷ്ഠിക്കുന്നത് നന്നായിരിക്കും. ജന്മനക്ഷത്രം തോറും വിഷ്ണു പൂജ, പതിവായി വിഷ്ണു സഹസ്രനാമജപം തുടങ്ങിയവ അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ്. പൂരുരുട്ടാതിയും വ്യാഴാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം സവിശേഷ പ്രാധാന്യത്തോടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. രാശാധിപനായ ശനിയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും ഇവർ അനുഷ്ഠിക്കുന്നത് നന്നായിരിക്കും. മഞ്ഞ, കറുപ്പ്, കടും നീല എന്നിവ അനുകൂല നിറങ്ങൾ. നക്ഷത്രമൃഗം നരൻ, വൃഷം തേന്മാവ്, ഗണം മനുഷ്യഗണം, യോനി പുരുഷൻ, പക്ഷി മയിൽ, ഭൂതം ആകാശം.